പതിവില്ലാതൊരു പഠിത്തമൊക്കെ? നാളെ എക്സാമാ മലയാളത്തിൻ്റെ. ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വേണം കുട്ടികൾ. നിന്റെ അനിയത്തിയില്ലേ അവിടെ നിന്ന് ടി വി കണ്ടോണ്ടിരിക്കണുണ്ട്. പഠിച്ചോ മോള് പഠിച്ചോ, ഒന്ന് പോവാൻ. എന്താണ് പതിവില്ലാതൊരു പഠിത്തം? പരീക്ഷ ആയതുകൊണ്ടായിരിക്കും. പഠിക്കട്ടെ. അയ്യോ കറണ്ടും പോയി. ഇനി എന്താ ചെയ്യാം? അമ്മയുടെ വഴി ഫോൺ ചോദിക്കാം. എന്താണ്, ചുമയാണോ? ആശുപത്രി വല്ലതും പോണോ? അയ്യോ ചുമയൊന്നുമല്ല, ചെറിയൊരു കിച്ച് വിക്സ് ഗുളിക കഴിക്കോ? കിച്ച് അകത്തു. പിന്നെ മമ്മി ഞാൻ ഒരു കാര്യം ചോദിക്കാനാ വന്നത്. എന്താ ചോദിച്ചു? ചോദിക്കല്ലേ. എനിക്ക് ആ മൊബൈലൊന്ന് തരും. മൊബൈലോ? നിന്റെ ചേച്ചിനെ കണ്ടുപടി. അവളുണ്ടോ അവിടെ നിന്ന് പഠിക്കണോ? നീ ഒന്ന് നോക്കി. അവളോ പഠിക്കണോ? ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അയ്യോ എന്നാ മനുഷ്യ ചുമ്മാടൊന്നും പേടിപ്പിക്കാൻ. അവൾ പഠിക്കില്ല. നിന്റെ ചേച്ചിയോ? നിനക്ക് ഫോൺ കിട്ടാൻ വേണ്ടിയല്ലേ നീ കള്ളം പറയണേ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവളിരുന്ന് പഠിക്കുമായിരുന്നല്ലോ. ആണോ? ബാ തെളിവുണ്ട് എടുക്കാൻ. ശരിപ്പാ. ഞാൻ വരും. എന്നാന്ന് എനിക്കൊന്നും അറിയാലല്ലോ. അവളിരുന്ന് പഠിക്കല്ലേ? ഞാൻ വന്നപ്പോൾ അവളിരുന്ന് ഫോൺ കാണാമായിരുന്നു, പുസ്തകത്തിൽ ഫോൺ വെച്ച്. കർണാടകത്തിൽ സെൻഡപ്പലി അട്ടപ്പാടി ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടതാണ് ഞങ്ങൾ. കഴിഞ്ഞ വൈകുന്നേരങ്ങളിലെല്ലാം പഠിക്കണമെന്നില്ലേ? ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇനി മോളെ നീ കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് പഠിക്കുമായിരുന്നോ അതോ ഫോൺ കാണുമായിരുന്നോ? ഞാൻ പഠിക്കുമായിരുന്നു അമ്മ. കണ്ടില്ലേ, ഞാൻ മലയാളത്തിൻ്റെ പുസ്തകം എടുത്ത് പഠിക്കാൻ കണ്ടില്ലേ? നാളെ എനിക്ക് ടെസ്റ്റ് പേപ്പർ ഞാൻ പഠിക്കട്ടെ. അമ്മ പോക്കോ. എന്നാ ശല്യപ്പെടുത്തുന്നില്ല. ഇവിടെ നമുക്ക് പോവാം. ഇതെന്തുവാടി അത് കാണണേ? ഇതോ ഇത് ബുക്ക്? ഇതോ? അതൊന്നുമില്ല അമ്മ. ഞാൻ പേജൊന്ന് മറിച്ച്. എന്തിനു? ഞാനിപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞില്ല. ഇത് പഠിക്കട്ടെ. എന്നിട്ട് കാണിക്കാം. തുറക്കതി മഴയാക്കി. ഇതെന്തു ആടി ഇത്? ഇതാണോ നീ എന്നോട് പഠിക്കാന്ന് പറഞ്ഞേ? അയ്യോ ഫോണോ? ഇതെങ്ങനെ ഇവിടെ വന്നു? അമ്മ എന്റെ സത്യമായിട്ട് അറിഞ്ഞോണ്ടല്ല. ഇതെന്തോ മായാചാരോ അമ്മ. അയ്യോ ഞാനറിയാതെ എങ്ങനെ എന്റെ ബുക്കിൽ ഫോൺ വന്നു? അയ്യോ അമ്മ എന്തോ അമ്മ ഇത്? മതി നിർത്ത്. ആക്ഷൻ ഒത്തിരി വേണ്ട കേട്ടോ. എൻ്റെ മോള് പറഞ്ഞു ശരിയാ. നീ അവളെ കൊഞ്ചരം കുത്തിയൊന്നും കാണിക്കൊന്നും വേണ്ട. അവളെ വാ.